അടുത്തത് എങ്ങനെ ഒരു രജിസ്ട്രേഷൻ എടുക്കണം, ഒരു GST രജിസ്ട്രേഷൻ എങ്ങനെ? പാൻ ഈസ് ദ ബേസിക് ഡോക്യുമെന്റ് ഫോർ രജിസ്ട്രേഷൻ. പാൻ ആണ് രജിസ്ട്രേഷനുള്ള ബേസിക് ഡോക്യുമെന്റ്. പാൻ ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാൻ മീൻസ് പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഇഷ്യൂഡ് ബൈ ഇൻകം ടാക്സ് അതോറിറ്റീസ്. ഇൻകം ടാക്സ് അതോറിറ്റീസ് ഇഷ്യൂ ചെയ്ത ഒരു പെർമനന്റ് അക്കൗണ്ട് നമ്പറിനെയാണ് നമ്മൾ പാൻ എന്ന് പറയുന്നത്. പേഴ്സൺസ് ഡീലിംഗ് വിത്ത് ഡിഫറെന്റ് ബിസിനസ് ക്യാൻ അവൈൽ വൺ GST രജിസ്ട്രേഷൻ. ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു GST രജിസ്ട്രേഷൻ മതി. സോ വാട്ട് ഇസ് ദ അഡ്വാൻറ്റേജ്? അവിടെ എന്താണ് അഡ്വാൻറ്റേജ്? സോ വൺ ഓഫ് ദി മെയിൻ അഡ്വാൻറ്റേജ് ഈസ് വൺ ബാലൻസ് ഷീറ്റ് ഫോർ ആൾ ബിസിനസ്. എല്ലാ ബിസിനസ്സും കൂടെ ഒരു ബാലൻസ് ഷീറ്റ് മതി എന്നുള്ളതാണ് അഡ്വാൻറ്റേജ്. ഫോളോയിങ് ആർ ദ ഡോക്യുമെന്റ്സ് റിക്വയർഡ് ഫോർ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷന് വേണ്ട ഡോക്യുമെന്റ്സ് താഴെ പറയുന്നു. 1. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സ്റ്റേറ്റിംഗ് ദ നേച്ചർ ഓഫ് ബിസിനസ്. ബിസിനസിന്റെ സ്വഭാവത്തിനെ വ്യക്തമാക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ പ്ലേസ് ഓഫ് ബിസിനസ്, എവിടെയാണ് ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത് ആ സ്ഥലത്തിന്റെ പേര്. അടുത്ത ഓതറൈസ്ഡ് സിഗ്നേച്ചർ, ആരാണോ ഓതറൈസ്ഡ് പേഴ്സൺസ് അവരുടെ സിഗ്നേച്ചർ, അവരുടെ ഫോട്ടോസ്, ഇമെയിൽ അഡ്രസ്, മൊബൈൽ നമ്പർ, IFSC ബാങ്ക്, ഇതെല്ലാം എന്ത് വേണം? രജിസ്ട്രേഷന് വേണ്ട ഡോക്യുമെന്റ്സ് ആണ്. രജിസ്ട്രേഷൻ എങ്ങനെ നമുക്ക് നടത്താം? രജിസ്ട്രേഷൻ ക്യാൻ ബി ഡൺ ത്രൂ GST വെബ്സൈറ്റിൽ കൂടെ നമുക്ക് രജിസ്ട്രേഷൻ നമുക്ക് നടത്താം. GST രജിസ്ട്രേഷന് നമ്മൾ GSTIN എന്നാണ് പറയുന്നത്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്നാണ് പറയുന്നത്. ഇതൊരു 15 ഡിജിറ്റ് നമ്പറാണ് ബേസ്ഡ് ഓൺ പാൻ. അപ്പം ആദ്യത്തെ 2 ഡിജിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റേറ്റ് കോഡാണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ കേരളത്തിലുള്ളത് 32 ആണ്. അടുത്ത 10 എന്ന് പറയുന്നത് പാനിന്റെ നമ്പറാണ്. അടുത്ത 13 നമ്പർ എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത നമ്പർ 14th നമ്പർ എന്ന് പറഞ്ഞാൽ Z ആണ്, ബൈ ആൽഫബറ്റ് Z. ഇറ്റ് ഈസ് ബൈ ഡിഫാൾട്ട്. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെക്കിങ്ങിനുള്ള കോഡാണ്. ഇതാണ് GSTയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ GSTന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് പറഞ്ഞു പോകുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. അടുത്തത് ഒരു ഓവർവ്യൂ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പ്രോസസ്സിനെ പറ്റിയുള്ള ഓവർവ്യൂ. ഇതൊരു ഇമ്പോർട്ടന്റ് ടേം വിച്ച് ഇസ് ബീയിങ് യൂസ്ഡ് ഇൻ GST. GSTയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടേമാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ളത്. എന്താണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്? This is a method of availing the benefit of tax already paid during the course of purchase of goods and service. ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് പർച്ചേസ് ചെയ്തത് വഴി നമ്മൾ ആൾറെഡി പേ ചെയ്ത ടാക്സിന്റെ ബെനിഫിറ്റ് അവൈൽ ചെയ്യുക എന്നുള്ള പ്രക്രിയ, മെത്തേഡാണ് ഇത്. ഒന്നുകൂടെ പറയാം, ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്തത് വഴി നമ്മൾ ആൾറെഡി അടച്ച ടാക്സ് എമൗണ്ടിന്റെ ബെനിഫിറ്റ് നമ്മൾ ലഭ്യമാക്കുക എന്നുള്ള ഒരു മെത്തേഡാണ്. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ വഴി നമുക്ക് അതിനൊന്ന് പറയാം. An architect is engaged in the modification work of a building. An architect is engaged in the modification work of a building. ഒരു ബിൽഡിങ്ങിന്റെ മോഡിഫിക്കേഷൻ വർക്കിൽ ഒരു ആർക്കിടെക്ട് ഏർപ്പെട്ടിരിക്കുന്നു. We know that for modification he need to purchase some goods which includes tax. നമുക്കറിയാം, ഒരു മോഡിഫിക്കേഷൻ വർക്കിന് വേണ്ടി അദ്ദേഹത്തിന് സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരും. അതിൽ ടാക്സ് ഇൻക്ലൂഡഡ് ആണ്. The architect can set off the expense of tax from the tax which he received from the customer. ഈ ആർക്കിടെക്റ്റിന് അദ്ദേഹം കൊടുത്ത ടാക്സ് എമൗണ്ട് കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്ത ടാക്സിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്ത് ബാക്കിയുള്ള എമൗണ്ട് ഗവൺമെന്റ് അടച്ചാൽ മതി. ഇതാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് പ്രോസസ്. അപ്പം ഇതൊരു ഇമ്പോർട്ടന്റ് ടേം ആണ് വിച്ച് ഇസ് ബീങ് യൂസ്ഡ് ഇൻ GST. ഓക്കെ, അടുത്ത കോമ്പോസിഷൻ സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പോസിഷൻ സ്കീം, ദിസ് സ്കീം ഈസ് ആപ്ലിക്കബിൾ ഫോർ സ്മോൾ ആൻഡ് മീഡിയം ലെവൽ ബിസിനസ് ഓർഗനൈസേഷൻസ് where the annual turnover is less than 1.5 crores. 1.5 കോടിയിൽ താഴെ വിറ്റുവരവുള്ള എല്ലാ ചെറിയ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ് ഓർഗനൈസേഷനാണ് ഈ സ്കീം ആപ്ലിക്കബിൾ. അപ്പം 1.5 കോടിയിൽ താഴെ വിറ്റുവരവുള്ള സ്മോൾ ആൻഡ് മീഡിയം ലെവൽ ഓർഗനൈസേഷനാണ് ഈ സ്കീം ആപ്ലിക്കബിൾ. ബട്ട് കോമ്പോസ് സ്കീം ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു ദ ഫോളോയിങ് ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്. പക്ഷെ താഴെ പറയുന്ന ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ്സിന് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഏതൊക്കെയാണ്? ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഡീലിംഗ് ഇന്റർ സ്റ്റേറ്റ് സെയിൽസ്. ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് ബിസിനസ് സപ്ലൈ നടത്തുന്ന വ്യക്തിക്ക് കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റത്തില്ല. ഇ കോമേഴ്സ് ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഇമ്പോർട്ട് ബിസിനസ് നടത്തുന്നവർക്ക് ചെയ്യാൻ പറ്റില്ല. സർവീസ് ഇൻഡസ്ട്രീസിന് ചെയ്യാൻ പറ്റില്ല. ബട്ട് എക്സംപ്ഷൻ ഈസ് ഫോർ റെസ്റ്റോറൻറ്റ്. പക്ഷേ റെസ്റ്റോറൻറ്റ്സിന് എക്സംപ്ഷൻ ഉണ്ട്. വർക്ക് കോൺട്രാക്ട് സർവീസ്, കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്യുന്ന വ്യക്തിക്ക് ഇത് സാധ്യമല്ല. ഈ കോമ്പോസിഷൻ സ്കീം ലഭ്യമാവില്ല. ഇൻ ദ കേസ് ഓഫ് ട്രേഡേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് 1% ഓഫ് ടേൺ ഓവർ, മൊത്തം വിറ്റുവരവിന്റെ 1% ട്രേഡേഴ്സും മാനുഫാക്ചേഴ്സും കൊടുക്കണം. അതാണ് ഇതിലുള്ള ടാക്സ് സിസ്റ്റം.
1% മൊത്തം വിറ്റുവരവിന്റെ 1% ട്രേഡേഴ്സും മാനുഫാക്ചറേഴ്സും കൊടുക്കണം. വ്യാപാരികളും വ്യവസായികളും 1% ടേൺ ഓവർ 1% കൊടുക്കണം. ഇൻ ദ കേസ് ഓഫ് റെസ്റ്റോറൻറ്റ്സ് 5% ടേൺ ഓവർ. നമ്മൾ പറഞ്ഞു റെസ്റ്റോറൻറ്റ്സിനെ എന്ത് ചെയ്തു, കോമേഴ്സ് സ്കീമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം റെസ്റ്റോറൻറ്റ്സിന്റെ കേസിൽ ഇറ്റ് ഈസ് 5%. കോമേഴ്സ് സ്കീം ഇസ് നോട്ട് കമ്പൾസറി. കോമേഴ്സ് 1.5 കോടിയിൽ താഴെ വരണം എന്നുള്ളവർ കോമേഴ്സ് സ്കീം തന്നെ വരണമെന്നില്ല. ഇറ്റ് ഈസ് ദെയർ ഓപ്ഷൻ. ഇത് അവരുടെ ഓപ്ഷനാണ്. ദേ ക്യാൻ ചേഞ്ച് ടു നോർമൽ സ്കീമിലോട്ട് അവർക്ക് ചേഞ്ച് ചെയ്യാം. ഇൻ കോമേഴ്സ് സ്കീം ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് കനോട്ട് അവൈൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഇവിടെ ഇൻ കോമേഴ്സ് സ്കീമിൽ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റിന് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ട്? ബിക്കോസ് ദേ നോട്ട് ചാർജ് ടാക്സ് ഓൺ കസ്റ്റമേഴ്സ്. എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സിന് മേലെ അവർക്ക് ടാക്സ് ചാർജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻപുട്ട് ടാക്സും ക്രെഡിറ്റ് അവൈൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഇതൊരു ഡിസഡ്വാൻറ്റേജ് നമുക്ക് കാണിക്കാം. അടുത്തത് വാട്ട് ആർ റിട്ടേൺസ്. അടുത്തത് റിട്ടേൺസ് ആണ് പറയുന്നത്. റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിട്ടേൺസ് ആർ ഡോക്യുമെന്റ്സ് വിച്ച് ആർ റിക്വയർഡ് ബൈ ലാ ടു സബ്മിറ്റ് ടു ദ അതോറിറ്റീസ്. അതായത് GST അതോറിറ്റീസിന് സബ്മിറ്റ് ചെയ്യാൻ നിയമം അനുശാസിക്കുന്ന ഡോക്യുമെന്റ്സ് ആണ് റിട്ടേൺസ്. റിട്ടേൺസ് ആർ ഡോക്യുമെന്റ്സ് വിച്ച് ആർ റിക്വയർഡ് ബൈ ലാ ടു സബ്മിറ്റ് ടു ദ അതോറിറ്റീസ്. GST അതോറിറ്റീസിന് സബ്മിറ്റ് ചെയ്യാൻ നിയമം അനുശാസിക്കുന്ന ഡോക്യുമെന്റ്സ് ആൻഡ് റിട്ടേൺസ്. എന്തിനു വേണ്ടിയാണ് റിട്ടേൺസ്? ഫോർ വാട്ട്? ടു എൻഷുർ ദാറ്റ് ആൾ പ്രൊവിഷൻസ് ഓഫ് ദി GST ആക്ട് കംപ്ലൈഡ്. അതായത് GSTയുടെ എല്ലാ വ്യവസ്ഥകളും അനുസരിച്ചു എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ്. ടു എൻഷുർ ദാറ്റ് ആൾ പ്രൊവിഷൻസ് ഓഫ് ദി GST ആക്ട് കംപ്ലൈഡ്. ടൈംലി സബ്മിഷൻ ഓഫ് ഡോക്യുമെന്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അത് മാത്രമല്ല ഈ ഡോക്യുമെന്റ്സ് യഥാസമയം നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് റിട്ടേൺസ് എന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ബ്രീഫ് ചെയ്യാം. മൊത്തത്തിൽ 11 റിട്ടേൺസ് ഉണ്ട്. GSTR 1, GSTR 2, 3, 4, 5, 6, 7, 8, 9, 10, 11. GSTR 1 എന്താണ് ഉദ്ദേശിക്കുന്നത്? GSTR 1 ഫോർ ഔട്ട്വേർഡ് സപ്ലൈസ്, അതായത് ഫോർ സെയിൽസ് എന്നാണ് ഔട്ട്വേർഡ് സപ്ലൈ. ഇവിടെ നമ്മൾ പറഞ്ഞു GSTയിൽ ഓൺലി ദ ടേം സപ്ലൈ, സെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്വേർഡ് സപ്ലൈ മീൻസ് സെയിൽസ്. ഔട്ട്വേർഡ് സപ്ലൈക്കാണ് നമ്മൾ GSTR 1 നമ്മൾ ചെയ്യുന്നത്. അടുത്ത GSTR 2 എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ഫോർ ഇൻവേർഡ് സപ്ലൈസ് ഫോർ പർച്ചേസസ്. GSTR 3 എന്താണ്? ഫോർ മന്ത്ലി റിട്ടേൺ. GSTR 4 എന്തിനാണ്? ഫോർ ക്വാർട്ടർലി റിട്ടേൺ. GSTR 5 എന്തിനാണ്? നോൺ റെസിഡന്റ്. GSTR 5 നോൺ റെസിഡന്റ്. GSTR 6 ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ. GSTR 7 TDS റിട്ടേൺ. GSTR 8 ഫോർ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ. GSTR 9 ആനുവൽ റിട്ടേൺ. GSTR 10 ഫൈനൽ റിട്ടേൺ. GSTR 11 ഫോർ റീഫണ്ട് ക്ലെയിം. ഇതൊക്കെയാണ് നമ്മൾ ഇത്തരം റിട്ടേൺസ് ആണ് നമുക്കുള്ളത്. അടുത്തത് GSTR 2 and 3 ബൈ നൗ ഡിസേബിൾ. ഇപ്പം GSTR 2 GSTR 3 ഇപ്പം ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്. ഇപ്പം നമുക്ക് അതില്ല. അപ്പം GSTR 2 എന്തുകൊണ്ട് ഡിസേബിൾ ചെയ്തു? അതുപോലെ തന്നെ GSTR 3 എന്തുകൊണ്ട് ഡിസേബിൾ ചെയ്തു? എന്തുകൊണ്ട് GSTR 2 ഡിസേബിൾ ചെയ്തു? ആഫ്റ്റർ ഫയലിംഗ് ദ GSTR 1 ബൈ സപ്ലയർ GSTR 1 ഫയൽ ചെയ്യുന്നതോടുകൂടി our details is automatically get populated in GSTR 2A. GSTR 2A is automatically populate ചെയ്യുന്നു. അതുകൊണ്ട് GSTR 2ന്റെ ആവശ്യമില്ല. അപ്പോൾ അതിന് പകരം GSTR 2ന് പകരം GSTR 2A വന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഡേറ്റ പോപ്പുലേറ്റ് ആയി. അതായത് സപ്ലയർ ആൾറെഡി ഫയൽ റിട്ടേൺ ഒക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കലി പോപ്പുലേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട്, സിസ്റ്റത്തിന് ഓട്ടോമാറ്റിക്കലി പോപ്പുലേറ്റ് ചെയ്യപ്പെടുന്നതുകൊണ്ട് GSTR 2ന്റെ ആവശ്യം ഇല്ല. GSTR 3 എങ്ങനെ റീപ്ലേസ് ചെയ്തു? GSTR 3B ആയിട്ട് റീപ്ലേസ് ചെയ്തു. GSTR 3B എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സമ്മറി ഓഫ് ബോത്ത് പർച്ചേസ് ആൻഡ് സെയിൽ. അതിന്റെ സമ്മറിയാണ്, പർച്ചേസിന്റെ സെയിലിന്റെ ഒരു സമ്മറിയാണ് റിട്ടേൺ. ഇത് GSTR 3Bയിൽ പറയുന്നത്. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് സം ഓഫ് ദി ബെനിഫിറ്റ്സ് ഓഫ് GST നമുക്ക് പറയാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ് സം ഓഫ് ദി ബെനിഫിറ്റ്സ് ഓഫ് GST? വൺ നേഷൻ വൺ ടാക്സ്, ഒരു രാജ്യം ഒറ്റ നികുതി എന്നുള്ളതാണ് നമ്മുടെ ഇതിന്റെ ഒരു അടിസ്ഥാന കൺസെപ്റ്റ്, ബേസിക് കൺസെപ്റ്റ്. ഈ ഒരു GSTയുടെ ഇൻട്രൊഡക്ഷന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് വൺ നേഷൻ വൺ ടാക്സ്, ഒരു രാജ്യം ഒറ്റ നികുതി. വേറെ കൂടുതൽ ടാക്സുകളൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു ടാക്സ് GST, വൺ നേഷൻ വൺ ടാക്സ്. അടുത്ത് ഇതെന്ത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു? ഹെൽപ്പ് ടു ബൂസ്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വിച്ച് ലീഡ്സ് ടു മേക്ക് ഇൻ ഇന്ത്യ ഡ്രീം. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിനെ കൊണ്ടുവരുന്നു. കാര്യം ഇവിടെ ടാക്സ് സിസ്റ്റം ഒരു സിസ്റ്റം ടാക്സേ ഉള്ളൂ. പിന്നെ എന്താണ്? ഇതിന് കാസ്കേഡിങ് എഫക്റ്റ് ഇല്ല, ടാക്സിന് മേലെ ടാക്സ് ഇല്ല. ഇങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഇതിനുണ്ട്. അപ്പം ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇൻഫ്ലോ ഒരുപാട് ഉണ്ടാവാനുള്ള സ്കോപ്പും ഇവിടെ ഈ ഇന്ത്യയിൽ കൂടുതലാണ്. അതെന്ത് ചെയ്തു? മേക്ക് ഇൻ ഇന്ത്യ ഡ്രീം എന്നുള്ള ഒരു ഡ്രീമിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും.
അടുത്തത് ലീഡ്സ് ടു GDP ഗ്രോത്ത് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. GDP ഗ്രോത്ത്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക അഭിവൃദ്ധി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? GST വഴി നമുക്ക് നേടാൻ പറ്റും. അടുത്തത് പോവർട്ടി ഇറാഡിക്കേഷൻ. എങ്ങനെ പോവർട്ടി ഇറാഡിക്കേഷൻ വരും? കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും റെഡ്യൂസ് റേറ്റിൽ സാധനങ്ങൾ കിട്ടും. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും. എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? അവരുടെ സേവിങ്സ് കൂടും. അവരുടെ സേവിങ്സ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെന്റ് കൂടുന്നു. അപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? പോവർട്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഒരു സഹായമാണ് GSTയുടെ ഇൻട്രൊഡക്ഷൻ. മോർ ഇൻവെസ്റ്റ്മെന്റ് ലീഡ് ടു ഡെവലപ്മെന്റ് ഓഫ് സ്റ്റേറ്റ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് കൂടുന്തോറും എന്ത് ചെയ്യുന്നു? ഓരോരുത്തരും ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്നു. ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? സ്റ്റേറ്റിന്റെ ഡെവലപ്മെന്റ് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവുന്നു. അടുത്ത ടാക്സ് ബർഡൻ കംസ് ഡൗൺ. ടാക്സിന്റെ ബർഡൻ ഒരുപാട് കുറയുന്നു. എന്തുകൊണ്ട്? ബിക്കോസ് ഇറ്റ് എലിമിനേറ്റ്സ് കാസ്കേഡിങ് എഫക്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ടാക്സിന് മേൽ ടാക്സ് ഉണ്ടായിരുന്നു, ഇപ്പൊ ടാക്സിന് മേൽ ടാക്സ് ഇല്ല. ഇപ്പോഴെന്താണ്? ഓൺലി ഫോർ വാല്യൂ അഡിഷൻ. വാല്യൂ അഡിഷന് മാത്രമേ ഉള്ളൂ ടാക്സ്. അതായത് വാല്യൂ അഡിഷൻ മീൻസ് എക്സ്പെൻസ് പ്ലസ് പ്രോഫിറ്റ്. എക്സ്പെൻസിനും പ്രോഫിറ്റിനുമാണ് ടാക്സ് ഉള്ളത്, അല്ലാതെ അഡിഷൻ ടാക്സിന് മേലെ ടാക്സ് ഇല്ല. അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇതിന്റെ വേറെ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ പറയാൻ പറ്റും, സിംപ്ലിസിറ്റി. അതൊരു ഭയങ്കര രീതിയിലുള്ള അഡ്വാൻറ്റേജ് ആണ് ഇത്. നേരത്തെ എന്താണ്? ഒരുപാട് അക്കൗണ്ടിങ് പ്രോബ്ലംസ് നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാണ് ശരിക്കും സിംപ്ലിഫൈ ചെയ്തു. GST എന്ന് പറഞ്ഞ വൺ വേർഡിലേക്ക് വന്നതാണ് അക്കൗണ്ടിങ് ആൾസോ സിംപ്ലിഫൈഡ്. അടുത്തതിലോട്ട് നമുക്ക് ഇത് ചൂസ് ഇൻ വാല്യൂ അഡിഷൻ ആൾറെഡി പറഞ്ഞുകൊണ്ട് ഹെൽപ്സ് ഇന്ത്യ ടു ബിക്കം എ മാനുഫാക്ചറിങ് ഹബ്. ഒരു മാനുഫാക്ചറിങ് ഹബ്ബായി മാറാൻ, ഒരു മാനുഫാക്ചറിൻ്റെ ഒരു സെൻട്രൽ പോയിന്റ് ആവാൻ മാറ്റി, അതായത് മാനുഫാക്ചറിൻ്റെ ഒരു ഫോക്കസ് പോയിന്റായി മാറാനായിട്ട് എന്ത് ചെയ്യുന്നു? GST നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. സിൻസ് ആൾ ഇന്ററാക്ഷൻസ് ആർ ത്രൂ GSTN പോർട്ടൽ. GSTN പോർട്ടൽ വഴി ആയത് കാരണം എന്താണ്? മാനിപ്പുലേഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ എല്ലാം ഇലക്ട്രോണിക് മാച്ചിങ് ആയത് കാരണം ട്രാൻസ്പാരൻസിയും സുതാര്യതയും വളരെ കൂടുതലാണ്. നെക്സ്റ്റ് ലൈൻ. താങ്ക് യു വെരി മച്ച്. ഐ റിക്വസ്റ്റ് യു ടു പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു. അടുത്ത ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത ഒരു പ്രസൻറ്റേഷനിൽ വരുന്നതാണ്. താങ്ക് യു വെരി മച്ച്.